ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ? ഏതാ ട്രയാങ്കിൾസ് ഉണ്ടാകും ഇവിടെ? അപ്പോൾ ഈ സ്റ്റാർ ആദ്യം പക്കറ്റ് മനസ്സിലാക്കുക. എന്ത് ടൈപ്പ് സ്റ്റാറാ? നമ്മുടെ ക്രോസ് സ്റ്റാറിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ വരച്ച് പഠിക്കുന്ന ആ ക്രോസ് സ്റ്റാറാണ്. ആ ക്രോസ് സ്റ്റാറിൽ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകും? അവിടെ മൊത്തം 10 ട്രയാങ്കിൾസ് ഉണ്ടാകും. ഒരു ഉപേക്ഷ വിചാരിക്കരുത്. 10 പേരെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ ഫിഗറിലൊക്കെ അവർ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ഇങ്ങനെ ഒരു ലൈൻ അല്ലെ, ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ലൈൻ വരച്ച് കാരണം പുതിയ ട്രയാങ്കിൾസ് എന്തായാലും കൂടുതൽ ഉണ്ടാകുമല്ലോ. ആരൊക്കെയാണ് പുതിയ ട്രയാങ്കിൾസ്? ഓക്കെ, ഈ ലൈൻ വരച്ച് കാരണം ദേ ഇങ്ങനെ ഈ ഒരു പച്ച ട്രയാങ്കിളാണ്, ഈ കാണുന്ന പച്ച ട്രയാങ്കിളാണ് ആര്? 11ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, 11ാമത്തെ ട്രയാങ്കിൾ. 11ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, പിന്നീട് തൊട്ട് താഴെ ഈ കാണുന്ന ഈ ലൈൻ, ഇതേ ലൈൻ കാരണം തൊട്ട് താഴെ കുഞ്ഞൻ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. ആ കാണുന്ന ട്രയാങ്കിൾ 12ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, വീണ്ടും ഓക്കെ, ഇതേ ലൈൻ കാരണം കാല് പോലെ ഇങ്ങനെ ട്രയാങ്കിൾ വരത്തില്ലേ? കാല് പോലെ അല്ലേ? ഈ ട്രയാങ്കിളാണ് ആര്? 13ാമത്തെ ട്രയാങ്കിൾ. തൊട്ടിപ്പുറത്തും സെയിം ലൈൻ കാരണം ഈ റൈറ്റ് സൈഡിൽ ഒരു കാല് പോലെ വരുന്നുണ്ട്. ഈ ട്രയാങ്കിൾ ചേർത്ത് മൊത്തം 14 ട്രയാങ്കിൾസ്, 14 ട്രയാങ്കിൾസ് ആണ് ഈ ഫിഗറിൽ കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഒരു ലൈൻ വരച്ചപ്പോൾ 4 എക്സ്ട്രാ ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. സെറ്റാണോ? എളുപ്പമല്ലേ? മുന്നോട്ട് പോട്ടെ. ഫിഗർ മനസ്സിലാകുന്നുണ്ടല്ലോ. ശരി, അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ? എത്ര പേരുണ്ടാകും? ഓക്കെ, ഫിഗർ പക്കറ്റ് മനസ്സിലാക്കുക. അപ്പം ഇവിടെ എന്തായാലും ഒറ്റയടിക്കനെ പറയാൻ പറ്റും. ഇവിടെ മൊത്തം 7 ട്രയാങ്കിൾസ് ആകത്തില്ലേ? കാര്യം മനസ്സിലാക്കാൻ പറ്റും. 2 ട്രയാങ്കിൾസ് ഒരാൾ നേരെയും ഒരാൾ തലകുത്തനെയുമാണ് അല്ലേ? പക്ഷേ നോക്കുമ്പോൾ ഈ ഫിഗറിന് നോർമൽ സ്റ്റാറിനെ കാട്ടിയും ഒരു തല ഇല്ല അല്ലേ? അത് കാരണം 1, 2, 3, 4, 5 ചെറിയ ട്രയാങ്കിളും പിന്നെ വലിയ 2 ട്രയാങ്കിൾ ചേർത്ത് മൊത്തത്തിൽ കിട്ടും 7 ട്രയാങ്കിൾസിന് കിട്ടും. എളുപ്പമാണ്. ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണത്. മുന്നോട്ട് പോട്ടെ. ഫിഗർ ക്ലിയർ അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ? എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകും ഇവിടെ? നോക്കിയേ. അപ്പോൾ ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കുക. ഏത് സ്റ്റാറാണെന്ന് മനസ്സിലാക്കുക. ആ സ്റ്റാറിൽ വരച്ച എക്സ്ട്രാ ലൈൻസ് മനസ്സിലാക്കുക അല്ലേ? അപ്പോൾ ഈ ഫിഗർ എന്താണ്? നമുക്കറിയാം 8 ട്രയാങ്കിൾസ് ഉള്ള ബേസ് ഫിഗർ 4 ആണ് അല്ലേ? 8 ട്രയാങ്കിൾസ് ബേസ് ഫിഗർ 4 ആണ്. അതായത് എന്താണ്? 2 വലിയ ട്രയാങ്കിൾസ്, ഒരാൾ നേരെയും ഒരാൾ തലകുത്തനെയും ഓവർലാപ്പ് വെച്ചേക്കുവാണ്. ഇവിടെ നമുക്കറിയാം 8 പേരാണ്. ഈ ഫിഗറിൽ അവരെന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ 1ാമത്തെ ലൈൻ, ഇങ്ങനെ 2ാമത്തെ ലൈൻ, ഇങ്ങനെ 3ാമത്തെ ലൈൻ, അങ്ങനെ 3 ലൈൻസാണ് എക്സ്ട്രാ ആയിട്ട് അവർ വരച്ചിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ 1ാമത്തെ ലൈൻ, ഇങ്ങനെ 2ാമത്തെ ലൈൻ, ഇങ്ങനെ 3ാമത്തെ ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നത് കാരണം ഇവിടെ നമുക്ക് എന്താണ്? മുകളിൽ 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ഓൾറെഡി 8 ഉണ്ടായിരുന്നു. 8ൻ്റെ കൂടെ ഇത് 9ാമത്തെ ട്രയാങ്കിൾ, ഇത് 10ാമത്തെ ട്രയാങ്കിൾ. തൊട്ട് താഴെയും ഈ ലൈൻ കാരണം ഇവിടെ 2 ട്രയാങ്കിൾസ് എക്സ്ട്രാ ഉണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ ഇത് 11, ഇത് 12ാമത്തെ ട്രയാങ്കിൾ. 11ഉം 12ഉം ക്ലിയർ അല്ലേ? 9ഉം 10ഉം 11ഉം 12ഉം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നടുക്കൂടെ ഈ ലൈൻ പോയിട്ടുണ്ട്. അപ്പം ഈ ലൈൻ കാരണം നമുക്ക് എന്ത് കിട്ടും? ഈ ലൈൻ കാരണം നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടുമല്ലോ. ഈ ലൈൻ കാരണം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ കാണുന്ന ട്രയാങ്കിളാണ് ആര്? 13 കേട്ടോ. 13 ക്ലിയർ ആണോ? അതായത് നേരെയുള്ള ഒരു വലിയ ട്രയാങ്കിളിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ട്രയാങ്കിൾ വന്നു. ഈ ട്രയാങ്കിളാണ് 13. ഓക്കെ അല്ലേ? വീണ്ടും അതുപോലെ തന്നെ ഇതേ ലൈൻ കാരണം തലകുത്തനെയും അല്ല തിരിഞ്ഞൊരു ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിളാണ് ആര്? 14. ഓക്കെ, ഫിഗറേഷൻ വരയ്ക്കാം, ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെയുള്ള ട്രയാങ്കിളിനകത്ത് അതേ ലൈൻ കാരണം തൊട്ട് താഴെ ഒരു ട്രയാങ്കിളുണ്ട്. അതാണ് 14ാമത്തെ ട്രയാങ്കിൾ. അങ്ങനെ ഈ ഫിഗറിൽ മൊത്തം 14, ഇവിടെയും 14 ട്രയാങ്കിൾസ് ആണ്. സെറ്റാണോ? ഫിഗർ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി വേണമെങ്കിൽ ഫിഗർ നമുക്ക് വീണ്ടും വലുതാക്കാം കേട്ടോ. ജസ്റ്റ് വലുതാക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 8 ആണല്ലേ? അപ്പം ഈ ലൈൻ കാരണം 8 മാറി 10 ആയി അല്ലേ? ഇങ്ങനെ ലൈൻ വരച്ച് കാരണം 10 മാറി 12 ആയി. ഇങ്ങനെ ലൈൻ വരച്ച് കാരണം വീണ്ടും 2 പേരും ചേർത്ത് മൊത്തം 14 ഈ ഫിഗറിൽ കിട്ടിയത്. അപ്പോൾ തൽക്കാലം ഞാൻ വീണ്ടും ഇങ്ങനെ ലൈൻ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ എത്ര എക്സ്ട്രാ ട്രയാങ്കിൾ ഉണ്ടാകും? ഇതാണ് ഇങ്ങനെ വരും 15ാമത്തെ ആൾ, ഇത് വരും 16 കേട്ടോ. ഫിഗേഴ്സ് പക്കയായിട്ട് മനസ്സിലാക്കിയത് നമുക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ഇവിടെ മൊത്തം 16 ഇങ്ങനെ വരച്ച് ഇവിടെ ഒരു ലൈൻ, ഈ ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 2 എക്സ്ട്രാ ട്രയാങ്കിൾ കിട്ടും, 16 കിട്ടും. ഫിഗറൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ബേസ് ഫിഗറിലേക്ക് പുതിയ ലൈൻസ് വരച്ച് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളെ ഫിഗേഴ്സൊക്കെ പക്ക സെറ്റാണ്. നിങ്ങളുടെ ഫിഗേഴ്സൊക്കെ നല്ല ഫെമിലറൈസ് ആയി വരും. ഓക്കെ,